നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ വാർത്ത പുറത്തു വരുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് കരിക്കുഴിയിൽ 1.5 വയസ്സുകാരനെ രണ്ടാനച്ഛനും പെറ്റമ്മയും കൊലപ്പെടുത്തി എന്നുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിക്കുഴിയിലാണ്. ആ സംഭവം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് അർഷിദ് എന്ന 1.5 വയസ്സുകാരനെ അതിക്രൂരമായി രണ്ടാനച്ഛനും അതുകൂടാതെ പെറ്റമ്മയും കൊലപ്പെടുത്തിയത്. ആ കുട്ടി അനുഭവിച്ചത് ഏറെ വലിയ ക്രൂരതകളാണ്. ആ കുട്ടിയും കുടുംബവും താമസിച്ച വീട്ടിലേക്കുള്ള വഴിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ ഞെട്ടലോടുകൂടിയാണ് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഈ ഒരു വാർത്ത കേട്ടത്. ആ ഒരു വീട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ഈ വീട്. അതായത് മെയിൻ റോഡിൽ നിന്നും താഴേക്ക് വലിയ ഇറക്കം ഇറങ്ങി വരുന്നു. ഈ ഇറക്കം ഇറങ്ങി വരുമ്പോൾ ആദ്യം 2 വശത്ത് 2 വീടുകളുണ്ട്. അതിനുശേഷമാണ് താഴെയാണ് ഈ വീട്. അതായത് കാടിനോട് ചേർന്ന് പിന്നീട് അങ്ങോട്ട് റബ്ബർ തോട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും ഈ അയൽവാസികൾക്ക് പോലും കേൾക്കാൻ കഴിയാത്ത സാഹചര്യം. വലിയ ക്രൂരതകളുടെ റിപ്പോർട്ടുകളാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് അർഷിദ് എന്ന 1.5 വയസ്സുകാരൻ ഈ ഒരു വീടിനുള്ളിൽ അനുഭവിച്ചത് വലിയ ക്രൂരതകളാണ്. അതായത് 90-ലധികം മുറിവുകളാണ് ഈ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പിഞ്ചു കുഞ്ഞ് ഓടിച്ചിരുന്ന സൈക്കിളും മറ്റ് കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വീടിന് ചുറ്റും കാണുവാൻ സാധിക്കും. അതേസമയം തന്നെയാണ് വലിയ ക്രൂരതകളാണ് ഈ വീടിനുള്ളിൽ ആ പിഞ്ചോമന അനുഭവിച്ചത് എന്നുള്ളതാണ്. അത് നാട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല. ഈ കുട്ടിയുടെ 2 കൈകളും ഒടിഞ്ഞിരുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാവരും ചോദിച്ചിരുന്നത് എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നിന്നും അഖിലയും അതുകൂടാതെ രണ്ടാനച്ഛനായ അഷ്കറും പറഞ്ഞിരുന്നത് സൈക്കിളിൽ നിന്നും വീണതാണ് എന്നാണ്. എന്നാൽ ആ കുട്ടി ഈ ഒരു പ്രായത്തിൽ, അതായത് 1.5 വയസ്സുള്ള ഈ ഒരു പ്രായത്തിൽ പോലും അതിക്രൂരമായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ആ പിഞ്ചു കുഞ്ഞ് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നതും. ഇക്കഴിഞ്ഞ ദിവസം ഈ അർഷിദിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ചോറ് കൊടുക്കുമ്പോൾ കരഞ്ഞതിലുള്ള ദേഷ്യം കാരണമാണ് എന്നാണ് അമ്മയുടെ കാമുകനായ അഷ്കർ പോലീസിന് നിലവിലിപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. കരിക്കുഴി നെല്ലിക്കുന്ന് റേഡിയോ പാർക്കിന് സമീപം അർച്ചിതത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. അതായത് ഈ വാടക വീട്ടിലാണ് ഈ അർഷിദും ഈ പിഞ്ചോമനയും അതുകൂടാതെ ഈ രണ്ടാനച്ഛനും ഈ അമ്മയായ അഖിലയും താമസിച്ചിരുന്നത്. വാടക വീടാണ്. 3 മാസത്തോളമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ നാട്ടുകാർക്ക് ഈ ഒരു കുടുംബത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അറിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പൂച്ചയുണ്ട്. ആ പിഞ്ചു കുഞ്ഞിനെയാണോ അന്വേഷിക്കുന്നത് എന്നുള്ള സംശയം ഉൾപ്പെടെ നമുക്കും ഉയർന്നു വരികയാണ്. ഈ ഒരു കാടിന് അടുത്തുള്ള ഈ ഒരു വീട്ടിൽ ഈ വീടിനുള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഓരോ രാത്രിയും നടന്നുകൊണ്ടിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അയൽപ്പക്കത്തുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. എന്തായാലും ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ ഈ 1.5 വയസ്സുകാരന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വരുന്നത്. എന്തായാലും തീ തിന്നുന്ന കണ്ണീരലിയിക്കുന്ന സംഭവങ്ങളാണ് ഈ വീടിനുള്ളിൽ ഇക്കഴിഞ്ഞ രാത്രികളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ ആഹാരം കൊടുക്കുന്നതിനിടെ കുഞ്ഞ് കരച്ചിൽ നിർത്താതിരുന്നപ്പോൾ ദേഷ്യം വന്ന് തലഭിത്തിയിൽ ഇടിപ്പിച്ചതായി അഷ്കർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഈ വീടിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. ഇതോടുകൂടി കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു. ഇതിനു പുറമെ സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ പലതവണ പൊള്ളിച്ചതായും ഈ പ്രതിയായ അഷ്കർ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയെ തെളിവെടുപ്പിനായി വാടക വീട്ടിൽ ഇക്കഴിഞ്ഞ ദിവസം എത്തിച്ചപ്പോൾ സ്ഥലത്ത് തടിച്ചുകൂടിയ രോഷാകുലരായ നാട്ടുകാർ അഷ്കറിനെ കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വാടക വീട്ടിൽ അതിദാരുണമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ആ പിഞ്ചു കുഞ്ഞ് വേദന കൊണ്ട് പുളഞ്ഞാണ് അവൻ മരിച്ചത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനുതകുന്ന റിപ്പോർട്ടുകളുമാണ് നമുക്ക് മുൻപിലേക്ക് വരുന്നത്. അതായത് 90-ലധികം മുറിവുകൾ എന്ന് പറയുന്നത് 1.5 വയസ്സുകാരനെ സംബന്ധിച്ച് ചെറിയ ശരീരമാണ്. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ
വലിയ രീതിയിലുള്ള മുറിവ് സംഭവിച്ചിരിക്കുന്നു. അതുകൂടാതെ ശരീരമാസകലം എങ്ങനെയാണ് ഇത്തരത്തിലൊരു പിഞ്ചു കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഇത്തരത്തിലൊരു മനുഷ്യന് സാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആ വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. ഈ വീട്ടിലാണ്, ഈ വീടിനുള്ളിലാണ് ആ പിഞ്ചു കുഞ്ഞ് ഇത്തരത്തിൽ വലിയ വേദനകൾ സഹിച്ചുകൊണ്ട് ജീവിച്ചത്, ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.